എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഒരു ഓർഗനൈസേഷൻ വീഡിയോ ആയിട്ടാണ്. ഫ്രിഡ്ജാണ് ഞാനിന്നിവിടെ ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കിച്ചൺ ടൂർ വീഡിയോയിലും അതുപോലെ തന്നെ എൻ്റെ പുതിയ ചാനലായ ബിൻസി വ്ളോഗ്സിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ അതിലുള്ള കീടാണുക്കളൊക്കെ നമ്മളുടെ ആഹാര പദാർത്ഥത്തിൽ കിടന്നിട്ട് നമുക്കത് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വഴിവെക്കും. അപ്പോൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. ഇപ്പോൾ ആഴ്ചയുടെ അവസാനമായിട്ടുണ്ട്. പച്ചക്കറികളും അതുപോലെ തന്നെ മിക്കവാറുള്ള സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്ന സമയം നോക്കിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഫ്രീസർ താഴെയായിട്ടാണുള്ളത്. അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചീത്തയായി പോകുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഫ്രീസറിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ക്ലീനിങ് തുടരാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പവർ ഓഫ് ചെയ്യുക. പവർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പവർ ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്കെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. പഴകിയ ഭക്ഷണങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിലെ ഓരോ തട്ടുകളും ഇളക്കി മാറ്റിയാണ് ഞാനിവിടെ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും എടുത്ത് മാറ്റി കഴുകി വെക്കുന്നതാണ് കൂടുതൽ വൃത്തിയാവുന്നത്. അപ്പോൾ ആഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തുടച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ തട്ടുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ സാധാരണ ഡിഷ് വാഷർ ഇട്ടാണ് കഴുകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനൊരു മൈക്രോബിയൽ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് കോട്ടൺ തട്ടും എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഇട്ട് ഫ്രിഡ്ജ് കഴുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന ഡിഷ് വാഷർ വെച്ചിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. വേറെ കെമിക്കൽസോ തറ കഴുകുന്നതോ അങ്ങനെയുള്ള ക്ലീനിങ് സൊല്യൂഷൻസ് ഒന്നും ഇട്ട് ഫ്രിഡ്ജ് കഴുകരുത്. ഇപ്പോൾ തട്ടുകളെല്ലാം നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉൾവശം ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാനിവിടെ സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തുടച്ച് മാറ്റുന്നത്. അതിന് മുൻപായിട്ട് അതിൽ എന്തെങ്കിലും പൊടികൾ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് മാറ്റുക. അതിനുശേഷം ഇതുപോലെ സ്പോഞ്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. സ്പോഞ്ച് മുക്കി തുടച്ചതിന് ശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സോപ്പിൻ്റെ അംശമൊക്കെ അതിൽ നിന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ കൂടെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം മൊത്തം നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള ഭാഗമൊന്നും മിസ്സാകരുത്. അവിടെയൊക്കെ അഴുക്ക് പറ്റിയിരിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് സ്പോഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീസറിലെയും സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറും ഇതുപോലെ തന്നെ നന്നായിട്ട് തുടച്ചെടുക്കുക. ഇവിടെ താഴെയാണ് ഫ്രീസർ, അതുകൊണ്ട് തന്നെ മുകളിലത്തെ സാധനങ്ങൾ എടുക്കുമ്പോൾ ഫ്രീസറിൻ്റെ ഡോറിലാണ് വന്ന് അഴുക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ
അപ്പോൾ ഇതിൽ ആദ്യം ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ഇയർബഡ്സ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അഴുക്ക് കയറി ഇരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റുക. ഇപ്പോൾ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് ഉണങ്ങി, നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന തട്ടുകൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വെക്കാം. ഫ്രിഡ്ജ് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് തുറന്നിടുന്നത് ഇതിലെ വാടയൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ അവസാനമായിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. സോഫ്റ്റായിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പോഞ്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഫ്രിഡ്ജ് ഞാനിവിടെ ഓൺ ആക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം തുറന്നിടണം. അപ്പോൾ എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫ്രിഡ്ജ് നമ്മളിപ്പോൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സമയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങുക. അതിനുശേഷം ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനും പറ്റും. അതുപോലെ തന്നെ പച്ചക്കറികൾ ഒരാഴ്ച വരെയൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ നമ്മൾ മല്ലിയില കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് കവറിലായിരിക്കും അവർ തരിക. നമ്മൾ അതുപോലെ തന്നെ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ അത് നമ്മുടെ ശരീരത്തിനും കേടാണ്. അതുപോലെ തന്നെ മല്ലിയില പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ മല്ലിയില നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള മല്ലിയിലയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ വേരൊക്കെ കളഞ്ഞതാണ്. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക്, ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ സേഫായിട്ടുള്ള പാത്രമാണ്, കുറച്ച് കിച്ചൺ ടിഷ്യൂ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ്. വീണ്ടും കുറച്ച് ടിഷ്യൂ അതിൻ്റെ മുകളിലേക്ക് നിരത്തിയിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മല്ലിയില നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന പാത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ സേഫായിട്ടുള്ള പാത്രങ്ങൾ മാത്രം വെക്കുക. ഗ്ലാസ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് സേഫായിട്ടുള്ള പ്ലാസ്റ്റിക് മാത്രമേ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെയാണ് പുതിന ലീവ്സും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒട്ടും ഈർപ്പം പാടില്ല. ഞാനിത് കഴുകുന്നതിന് മുന്നേ ആയിട്ടാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ഈർപ്പം ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും അഴുക്കായിട്ടുള്ള ഇലകളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതൊക്കെ അല്ലാതെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയില പുതിനയില മാത്രം അല്ലെങ്കിൽ കറിവേപ്പില മാത്രം നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചാൽ മതി. മല്ലിയില പുതിനയില കണ്ടല്ലോ. ഇനിയിപ്പം പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമാണ് പച്ചമുളക്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ ഇതുപോലെ പച്ചമുളക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ അതിൻ്റെ സ്റ്റെം മാറ്റിക്കളഞ്ഞിട്ട് കുപ്പിയിലിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് 1 മാസം വരെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പച്ചമുളക് എടുക്കുക. റെഡ് കളർ വന്നിട്ടുള്ളത് മാറ്റി വെക്കുക. എന്നിട്ട് അത് ആദ്യം യൂസ് ചെയ്ത് തീർക്കുക. അപ്പോൾ ഞാനിതിനി ഒരു കണ്ണാടി കുപ്പിയിലാണ് ഇട്ട് വെക്കുന്നത്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ്, പക്ഷേ കണ്ണാടി കുപ്പിയിൽ ഇട്ട് വെക്കുന്നതാണ് ഒന്നുകൂടെ എഫക്റ്റീവ്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കോവയ്ക്കാണ്. അപ്പോൾ ഏത് പച്ചക്കറികളും നിങ്ങൾക്ക് ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും, ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ അത് ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് മാറ്റുക. അപ്പോൾ ഇതാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാത്രം. അപ്പോൾ ഇതിൽ ഈ കാണുന്ന സിമ്പൽ ഫ്രിഡ്ജ് സേഫ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രം നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കുക. ആഹാര സാധനങ്ങൾ കഴിവതും ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കോവയ്ക്കൊക്കെ ഇതുപോലെ തന്നെ കുപ്പിയിലിട്ട് ആണ് ഞാൻ വെക്കുന്നത്.
അതുപോലെ തന്നെ അമരപ്പയറും. ഏത് പച്ചക്കറികളാണെങ്കിലും അതിലെ ഈർപ്പം നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം ചീത്തയായതൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മൾ ആഹാര സാധനങ്ങൾ ബാക്കിയൊക്കെ വരുന്നത് ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും നമ്മൾ എടുത്ത് ചൂടാക്കി അതിനുശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തിരിച്ചു വെക്കരുത് ഒരിക്കലും. അങ്ങനെ ചെയ്യുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതല്ല. വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ നമ്മൾ ഇതും ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൽ ഈർപ്പമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ കുപ്പിയിലിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ ആഹാരം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേശ്ശെ എടുത്ത് ചൂടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ എല്ലാം കൂടി എടുത്ത് ചൂടാക്കിയിട്ട് വീണ്ടും തിരിച്ച് ഒരിക്കലും ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നത് തടയാനായിട്ട് പറ്റും. അവസാനമായിട്ട് ഞാൻ കാണിക്കുന്നത് പച്ചക്കായാണ്. അപ്പോൾ അതും നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കറുത്തിട്ട് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഒരുമാതിരി സാധനങ്ങളെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് നേരത്തെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളാണ്. അതപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പം വെച്ചിട്ടുള്ളത്. അതിന് താഴെയായിട്ട് കുറച്ച് പച്ചക്കറികൾ കൂടി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ സിപ്പ് ലോക്ക് കവറുകളിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എടുക്കാനുള്ള എളുപ്പത്തിനും അതുപോലെ തന്നെ ഫ്രിഡ്ജ് വൃത്തികേടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അധികം ചീത്തയാകാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ എടുത്ത് ബാക്കി വന്ന പച്ചക്കറികളാണ് ഞാൻ ഈ ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാരങ്ങ, ക്യാപ്സിക്കം അങ്ങനെയുള്ളത്. പിന്നെ നമ്മളിപ്പം മുറിച്ച ചില പച്ചക്കറികളാണല്ലോ, അപ്പോൾ അതൊക്കെ ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പിലിട്ട് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ സെക്ഷൻ. അപ്പോൾ താഴ്ഭാഗത്തുള്ള ഫ്രീസർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേറ്റവും മുകളിലത്തെ തട്ടിൽ നോൺ വെജ് ആണ് വെക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇറച്ചി അതുപോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തരം തിരിച്ചിട്ട് ഇതുപോലെ ഫ്രീസർ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് വെക്കുന്നത്. അത് നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള കവറുകൾ. ഞാനിതൊക്കെ ഐക്യന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിന് താഴത്തെ തട്ട് ഫ്രോസൺ പച്ചക്കറികളാണ്. ഗ്രീൻ പീസ്, ബീൻസ്, കോൺ അതൊക്കെയാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വെജ് ആൻഡ് നോൺ വെജ് സെക്ഷൻ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഞാനിവിടെ സോസുകളും അതുപോലെ തന്നെ പാല്, തൈര് മുതലായ സാധനങ്ങളും കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിനാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫ്രിഡ്ജ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും അതിൽ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് കൊടുക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് ഈ ചാനൽ കൂടാതെ ഒരു ചാനൽ കൂടിയുണ്ട്, ബിൻസി വ്ലോഗ്സ്. അവിടെ ഞാൻ കൂടുതൽ ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അടുക്കള ക്ലീൻ ചെയ്യുന്നതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ അത് കൂടി കണ്ടു നോക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.